ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ മോൻ എങ്ങോട്ടാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ. അവൻ ദേ അമ്മ വരുന്നത് കണ്ടിട്ട് ഓടുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കണ്ടതാണ് അമ്മ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പണിയും കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടത് ഓടുകയാണ്. ഓടാനുള്ള കാരണമുണ്ട് കേട്ടോ. അവൻ ഓടിപ്പോകുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മ കേക്ക് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്പീക്കറിട്ട് സംസാരിച്ചതുകൊണ്ട് അവനും കൂടെ കേട്ടു. അപ്പോൾ വൈകുന്നേരം വരെ അത് നോക്കിയിരിക്കുകയാണ്. അമ്മൂമ്മ കേക്ക് വാങ്ങിയിട്ട് വരുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ വരുന്നത് ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ പോകുകയാണ് വേഗം കേക്ക് വാങ്ങാനായിട്ട്. പറഞ്ഞതുപോലെ തന്നെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ബസ്സിലൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ വാങ്ങിയിട്ട് വന്നതും വേഗം നോക്കുകയാണ് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിയിട്ടുണ്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞാണ് ആൾ നടക്കുന്നത് കേട്ടോ. അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മൂമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് തന്നെ ആദ്യം തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയെ കണ്ടിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കേക്കും പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് വരാറില്ല അമ്മ വരുമ്പോൾ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വന്നിരിക്കുകയാണ്, കാരണം കേക്ക് വാങ്ങാൻ വേണ്ടി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും ദേ അടുത്ത ആളും കൂടെ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അനിയൻ. അപ്പോഴത്തേക്കും ദേ ഏട്ടനും കൂടെ കേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് അവൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്ത കേക്കാണ് കേട്ടോ. അപ്പോൾ അവർ പണിയും കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. കൊറിയർ വഴി അയച്ചതാണെന്ന് തോന്നണേ. ഇത് 2 കേക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇതിൽ ഈ വൈറ്റ് കേക്ക് അവൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ്. ആ ബ്ലാക്കാണ് അമ്മ വാങ്ങിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അവൻ ബസ്സിലൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അതിൽ പേരും എഴുത്തുകളും എല്ലാം പോയി. എന്നാലും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു കേക്ക് വാങ്ങുന്നത് അനിയൻ്റെ ബർത്ത്ഡേക്ക്. ഇന്ന് വരെ അവനൊരു കേക്ക് മുറിച്ചിട്ടില്ല, ബർത്ത്ഡേ കേക്ക്. ആദ്യമായിട്ടാണ് ഒരു കേക്ക് വാങ്ങിയത്. പക്ഷേ അമ്മ വാങ്ങിയപ്പോൾ തന്നെ ദേ അതിങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഭയങ്കര സങ്കടമായിട്ടോ ആൾക്ക്. പിന്നെ അനിയനൊക്കെ പറഞ്ഞു സങ്കടപ്പെടേണ്ട, ബസ്സിൽ പോയിട്ട് വന്നതുകൊണ്ടല്ലേ, വാങ്ങിയിട്ട് വന്നല്ലോ അത് തന്നെ വലിയ കാര്യമാണ്, ബസ്സിൽ കൊണ്ടുവന്നത് കൊണ്ടല്ലേ, സാരമില്ല, പാവം പണിയെടുത്ത പൈസ ഇന്ന് ഫുള്ള് പണിയെടുത്തത് മൊത്തം ഈ കേക്ക് ഒന്നിന് തന്നെ ആയിട്ടോ. അപ്പോൾ പറയായിരുന്നു എന്നാലും ഇങ്ങനെ പോയല്ലോ, അത് കേക്ക് ഇങ്ങനെ ആയല്ലോ എന്നും പറഞ്ഞ് സങ്കടമാണ്. ബസ്സിൽ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ കൊണ്ടുവന്ന കേക്കും കൂടെ ഞങ്ങൾ വെച്ചു. പിന്നെ ദേ അവൻ പിടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ പുതിയൊരു മെമ്പറാണ് കേട്ടോ. അപ്പോൾ പുതിയൊരാളും കൂടെ ഉണ്ടായിരുന്നു. കൊണ്ടുവരുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആൾ വന്നിട്ട് കുറേ നാളായി. പക്ഷേ കൊണ്ടുവരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, തീരെ കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അവൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവനങ്ങനെ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കേക്ക് മുറിക്കുന്നതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് ആളുടെ മുഖത്ത്. ഇന്ന് വരെ അവനങ്ങനെ കേക്കൊന്നും മുറിച്ചിട്ടില്ല. എന്തായാലും ആദ്യമായിട്ട് മുറിക്കുന്ന ദിവസം 2 കേക്കും കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് ആളുടെ മുഖത്ത്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് പോയിട്ട് കേക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മയും പോയി. അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ സങ്കടമുണ്ട്, അമ്മ കൊണ്ടുവന്ന കേക്ക് ഇങ്ങനെ ആയി പോയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് അമ്മയുടെ മുഖത്ത്. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട്, അനിയത്തി മാത്രം ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട് അനിയത്തിക്ക്, വരാൻ പറ്റാത്തതിൽ. ഇന്നലെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത് കേട്ടോ. അവൾക്ക് വരാൻ പറ്റിയില്ല, കോഴിക്കോടാണല്ലോ, പെട്ടെന്ന് വരാൻ പറ്റില്ല. പിന്നെ മോനെ സ്കൂളിലും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തീരെ വരാൻ പറ്റാത്തൊരവസ്ഥയാണ് പാവം അവൾക്ക്. അപ്പോൾ അവൾ പറയായിരുന്നു അനിയൻ, അവന് ഏട്ടനാണ് കേട്ടോ, ഞങ്ങളുടെ 2 പേരുടെയും നടുക്കിലുള്ളതാണ്, നടുക്കഷ്ണമാണ് അനിയൻ. ഞാനാണ് വലിയ ആൾ, മൂത്തത്. പിന്നെ രണ്ടാമത്തത് എൻ്റെ അനിയൻ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വരാൻ പറ്റാത്ത ഭയങ്കര സങ്കടമുണ്ട്. ആദ്യമായിട്ട് അവൻ കേക്ക് മുറിക്കുമ്പോൾ ഞാനില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെയാണ്, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വീഡിയോ കോളാണെങ്കിലും ചെയ്തല്ലോ. ഇപ്പോൾ പല വഴികളും ഉണ്ടല്ലോ, നമുക്ക് പഴയ പോലെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്താണെങ്കിലും കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് പോയി കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അച്ഛൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തിരക്കാണ്. ഇതിൻ്റെ ഇടയ്ക്കൊന്നും അച്ഛൻ വന്നിട്ടേ ഇല്ല. അപ്പോൾ അച്ഛൻ അവിടെ ഭയങ്കര ഫുഡ് കഴിക്കലാണ്. ഞാൻ വരാം വരാം നിങ്ങൾ കേക്കൊക്കെ മുറിച്ചോന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും പോയി കേക്ക് കൊടുത്തു. എൻ്റെ മോനാണെങ്കിൽ ഒരുപാട് നേരം ക്ഷമയോടെ കാത്തിരുന്നു കേട്ടോ. അമ്മ 5 മണിയാകുമ്പോൾ കേക്ക് വാങ്ങിയിട്ട് വന്നതാണ് പണിയും കഴിഞ്ഞ് വരുമ്പോൾ. അനിയൻ വരുമ്പോൾ സമയമായി. അവൻ ഈ കൊറിയർ, അവൻ്റെ ഫ്രണ്ട് അയച്ച കൊറിയറെല്ലാം വാങ്ങിയിട്ട് വരുമ്പോഴേക്കും സമയമായി കേട്ടോ. 6:30-7 മണിയൊക്കെ ആയി. ആ സമയത്താണ് അനിയൻ വന്നത്. അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ എൻ്റെ മോൻ. അവൻ ഇങ്ങനെ പറയുമായിരുന്നു അനിയൻ വന്നതും, മാമ വാ വാ നമുക്ക് വേഗം കേക്ക് മുറിക്കാമെന്നും പറഞ്ഞ് വന്നെത്തിയതും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പണിയും കഴിഞ്ഞ് വന്നതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടൊക്കെയാണ് നമ്മൾ കേക്ക് മുറിക്കാനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ സമയമായി. പിന്നെ ദേ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ ഫുഡൊക്കെ കഴിച്ച് വരികയാണ് കേട്ടോ. ഇത്ര നേരം ഫുഡ് കഴിക്കുന്ന തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൊടുത്തു. പെട്ടെന്ന് വാ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടിപ്പടിച്ച് വന്നതാണ് അനിയന് കേക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ദേ കേക്കൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുതിയ ആൾക്കും കൂടെ കേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കേക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പിന്നെ ഞങ്ങളൊക്കെ കഴിക്കുമ്പോൾ പാവം നോക്കി നിൽക്കല്ലേ, അതുകൊണ്ട് അതിനും കൂടെ കുറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും കൂടെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ പീസ് കേക്കൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ
നമ്മുടെ തൊട്ട് വീട്ടിൽ അടുത്ത വീട്ടിൽ കുറച്ച് കേക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ കുറച്ച് കേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാനും മോളും കൂടിയാണ് പോകുന്നത്. അപ്പം നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ രാത്രി കേക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല, ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല കേട്ടോ. ആകെ കേക്ക് മുറിക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇങ്ങോട്ട് വിളിച്ച് കേക്കൊന്നും മുറിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് മാത്രം അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. നമ്മൾ വേറെ ഫുഡ് സാധാ നമ്മുടെ ചോറും കറിയും ഒക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അവരിങ്ങോട്ട് വിളിച്ചില്ല, നമ്മൾ അവിടെ കൊണ്ടുപോയി കേക്ക് കൊടുക്കണം. പിന്നെ ആ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും ഈ സമയത്ത്. ഞങ്ങൾ നല്ലപോലെ രാത്രിയായി കേക്ക് മുറിക്കുമ്പോൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയാണ് കേക്ക് കൊടുക്കുന്നത് കേട്ടോ.